നമസ്കാരം. ഈ യുദ്ധത്തിൽ ആര് ജയിക്കും? കാത്തിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനം. ഇതിൽ ആരാകും അവസാനം ഖുറേഷി അബ്രഹാം, ആരാകും ലൂസിഫർ? നാടകാന്ത്യത്തിൽ മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനമാകൂ. നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ലൂസിഫർ ക്ലിഫ് ഹൗസിലേക്ക് അയച്ച ആ കത്താണ് ഖുറേഷിയെ ഭയപ്പെടുത്തുന്നത്. ആ കത്തിൽ ഭയപ്പെടുത്തുന്നത് മാത്രമാണ് ഉണ്ടായത്. ആ കത്തിൽ ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഉണ്ടായത്. അതിങ്ങനെയാണ്: താൻ സ്ഥാനത്ത് തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നാണ് എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച ആ കത്തിൽ പറയുന്നത്. ജോമോൻ പുത്തമ്പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന 2 പേർക്ക് കൂടി ഗൂഢാലോചനയിൽ പങ്കുണ്ട്. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഇവരുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. 3 പേരും സംസാരിച്ച ഫോൺ വിളികളുടെ ശബ്ദരേഖാ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. 2015 മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നും കത്തിൽ പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് KM എബ്രഹാം കാര്യങ്ങൾ വിശദീകരിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. മാതൃഭൂമിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 3 പേരുടെ ഫോൺ ചോർത്തിയെന്ന് സമ്മതിക്കുക കൂടി ചെയ്യുന്നു ഇതിലൂടെ എബ്രഹാം. ഇത് ഏറ്റവും ഗുരുതരമായ ഒരു കുറ്റം തന്നെയാണ്. കേരളത്തിൽ ഫോൺ ചോർത്തൽ വ്യാപകമാണെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് ഈ ഒരു കാര്യം കൂടി പുറത്തു വരുന്നത്. അതിനിടെയാണ് തനിക്കെതിരായ കോടതിയെ സമീപിച്ച വ്യക്തി ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദരേഖാ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ടെന്ന തരത്തിൽ KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്തയച്ചുവെന്ന റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത്. ജോമോൻ പുത്തൻപുരയ്ക്കൽ തനിക്കെതിരെ കോടതിയെ സമീപിച്ചത് വ്യക്തിവൈരാഗ്യം കാരണമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജോമോൻ പുത്തമ്പുരയ്ക്കൽ റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തതിന് ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ താൻ പിഴ ചുമത്തിയതാണ് ശത്രുതയ്ക്ക് കാരണം. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസും പിന്നിലുണ്ട്. ജേക്കബ് തോമസിനെതിരെ 20 കോടിയുടെ ക്രമക്കേട് താൻ കണ്ടെത്തിയിരുന്നു. എല്ലാ രേഖകളും പരിശോധിക്കാതെയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഭാര്യയുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പരിശോധിച്ചില്ല. കൊല്ലത്തെ വ്യാപാര സമുച്ചയം സഹോദരന്മാരുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും അതിനെല്ലാം രേഖയുണ്ടെന്നും എബ്രഹാം പറയുന്നു. ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ എബ്രഹാം അഭിഭാഷകരെയും കണ്ടു. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് എബ്രഹാമിന് എതിരെയുള്ള പരാതി. അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുമായി എബ്രഹാം പോകുമെന്നർത്ഥം. CBI കേസെടുത്താൽ അറസ്റ്റിലാകുമെന്ന വിലയിരുത്തൽ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് എബ്രഹാമിന്റെ പുതിയ നീക്കം. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ സാത്താൻ ആര്? ഖുറേഷി എബ്രഹാം ആര്? ലൂസിഫർ ആര്? ഇതൊരു ഏടാകൂടമാണ്, അഴിക്കും തോറും കുരുക്ക് മുറുകുന്ന ഒന്ന്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ്. വാദമെല്ലാം കേട്ടതിന് ശേഷമാണ് ഈ ഉത്തരവ്. അതിനെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ പരിണിത ഫലമാക്കി മാറ്റുകയാണ് മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ KM എബ്രഹാം. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്നും അന്വേഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണം എന്നതാണ് ആവശ്യം. ഈ ആവശ്യം മുഖ്യമന്ത്രി അംഗീകരിക്കും. അങ്ങനെ വന്നാൽ എബ്രഹാമിനെതിരെ പരാതി കൊടുത്ത ജോമോൻ പുത്തമ്പുരയ്ക്കലിനെ പ്രതിയാക്കി കേസെടുക്കാനും സാധ്യതകളേറെയാണ്. സമാനതകളില്ലാത്ത ചർച്ചകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിപ്പോൾ നടക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഹർജിയിലാണ് KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. പരാതിക്കാരന്റെ മൊഴി, വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്, മറ്റ് സുപ്രധാന രേഖകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ജസ്റ്റിസ് K ബാബു CBIക്ക് നിർദ്ദേശം നൽകിയത്. CBI കൊച്ചി യൂണിറ്റ് സൂപ്രണ്ടിനാണ് കോടതി അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും എത്രയും വേഗം CBIക്ക് വിജിലൻസ് കൈമാറണമെന്ന് കൂടി ഉത്തരവിലുണ്ട്. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ച വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2018 മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതി വിധി. സംസ്ഥാന വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയതിനാൽ ഇനി അതിന്റെ ആവശ്യമില്ലെന്നും KM എബ്രഹാമിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു വിജിലൻസ് അന്വേഷണമെന്ന് സംശയിക്കാമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. തുടരന്വേഷണ ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുൻ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി. നേരത്തെ വിജിലൻസിന്റെ ദ്രുത പരിശോധനാ റിപ്പോർട്ട് അതേപടി വിജിലൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിലവിലുള്ള എല്ലാ നടപടികളും അവസാനിച്ചതായും ഹൈക്കോടതി അറിയിച്ചു. നന്ദി.